ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ പാവക്കാൻ കൊണ്ടുള്ള നമുക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ കൈപ്പങ്ങാന്നാണ് കേട്ടോ പറയല്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പാവക്കാന്ന് പറയണേ. അപ്പോൾ ഇതുകൊണ്ട് ചില കുട്ടികൾക്ക് വലിയവർക്കൊന്നും കയ്പുണ്ടാവും എന്ന് വിചാരിച്ചുകാണ്ട് പാവക്ക കഴിക്കൂല. അത് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. പാവക്കൊക്കെ നല്ല ഇരുമ്പ് സത്ത് കൂടുതലുള്ള ഒരു പച്ചക്കറിപ്പെട്ട ഒരു പച്ചക്കറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ കയ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള അതിൻ്റെ ട്രിപ്പുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടത്. അപ്പോൾ നമ്മളിന്നാ വീഡിയോക്ക് പോവാം. അപ്പോൾ നമ്മൾ നല്ല മഞ്ഞൾ കലക്കിയ വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ടുകാണ്ട് കൈകണ്ടത് നല്ലതാട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല മരുന്നടിച്ച് വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ 2 പാവക്കായിട്ട് എടുത്തുകൊണ്ടത്. അപ്പോൾ നമ്മൾ ഒരു 4 കീറാക്കിങ്ങാണ്ട് ഒരു മീഡിയം സൈസ് കട്ടിയിലാട്ടെ നമ്മൾ മുറിക്കേണ്ടത്. പറ്റ കട്ടി കുറക്കണമില്ല, പറ്റ കട്ടിയിലുമല്ല, അങ്ങനത്തെ കോലത്തിലാണ് നമ്മൾ മുറിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ മുറിച്ച് റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒക്കെ മുറിച്ചൊക്കെ റെഡിയാക്കിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിന്ന് കയ്പ്പ് പോകാനുള്ള ഒരു ടിപ്പാട്ടത്. അപ്പോൾ നമ്മൾ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇടണമെന്നില്ല, ആദ്യം തന്നെ ഇടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് നോക്കിയതാണ് ഉപ്പും പുളി പിടിച്ചോട്ടെ വെച്ചിട്ട്. എന്താ വെച്ചാൽ നമ്മൾ ആവി ഇങ്ങനെ കയറ്റുമ്പോൾ അതിന്നിങ്ങനെ പിന്നെ ഇറ്റിങ്ങാണ്ട് കുറച്ച് മുളക് പൊടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയൊരു അമ്മളിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണേ. അപ്പോൾ മുളക് പൊടി ആദ്യം ഇടണമെന്നില്ല. അപ്പോൾ ഉപ്പിട്ട് കാണ്ട് നന്നായി കുഴച്ച് ഒന്ന് ആവി കയറ്റണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കയ്പ്പ് കൊണ്ട് പോയി കിട്ടും. മറ്റേതിങ്ങനെ കയ്പ്പ് എത്ര ആയാലും പോയി കിട്ടില്ലല്ലോ. അപ്പം ഇനി എത്ര കയ്പ്പുള്ള പാവക്കയാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ ആ കയ്പ്പൊക്കെ ഒന്നും പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതാ പിന്നെ കുറ്റിയിൽ വാരിയിട്ടുകാണ്ട് നമ്മൾ പിന്നെ പുട്ടുവിടുന്നതിൽ തന്നെ കൊണ്ടുപോയി വെക്കണം കേട്ടത്. അപ്പോൾ ഒന്ന് ആവി കയറി വരുമ്പോൾ നമുക്ക് ഒന്നും മൂടി കൊടുക്കട്ടെ. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വെന്തോട്ടെ. ഒരുപാട് സമയത്ത് കിടക്കും വേണ്ട, ഒരു പാകം വേവിന് നമുക്ക് കണ്ട് എടുക്കണം. അപ്പോൾ കുറച്ച് 2 മിനിറ്റ് ഒന്ന് ആവി ശരിക്കൊണ്ട് വെന്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുണ്ട് ഇതിക്കൊണ്ട് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ എൻ്റെ മുളക് പൊടിയൊക്കെ ഇങ്ങനെ തൂക്കി കിറ്റിക്കണം കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം ഉപ്പിട്ട് കാണ്ട് ആക്കിയാൽ മതി. അപ്പോൾ നമ്മൾ 2 വാക്കാക്കിങ്ങാണ്ട് അത് ആവി കയറ്റിങ്ങാണ്ട് തീ കൊഴിച്ച് കൊടുത്തിക്കണേ. അപ്പം ഇനി നല്ല ഒന്നാണ് ചൂടാറിക്കോട്ടെ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങി കഴിക്കൂട്ടെ, അങ്ങനത്തെ അച്ചാറാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ചൂടാറിയിക്കണേ. അപ്പം നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് കണ്ടിട്ട് അപ്പോൾ അത് ലേശം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. എണ്ണയിൽ കുറേ ഇരിക്കാനുള്ളതാണെങ്കിൽ എണ്ണയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തത്, വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലോ എന്ന് വിചാരിച്ചുകാണ്ട്. അപ്പോൾ നമ്മൾ കടുകിട്ട് മൂപ്പിച്ചുകാണ്ട് ഇനി ഒരു ലേശം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ ഉലുവേൻ്റെ പൊടിയൊന്നും ഇടണില്ല. അപ്പോൾ ഈ മൂപ്പിക്കണ ഉലുവേനുള്ളൂ, മുഴുവൻ ഉലുവ. അപ്പോൾ അത് മൂത്തിൻ്റെ ശേഷം നല്ല നാടൻ കറിവേപ്പിലുണ്ട്. അപ്പോൾ അതും നമ്മൾ മുറിച്ചുകാണ്ട് അതിക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാവക്കൊക്കെ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കുന്നത് നല്ലതാട്ടോ. അതൊക്കെ നല്ല ശരീരത്തിന് നല്ല ഒരു ഇതാണ്, ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പോൾ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതരിഞ്ഞാണ് ഞാൻ വേറൊരു അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ആയപ്പോൾ ഞാൻ വാരിങ്ങാണ്ട് എല്ലാം കൂടി മിക്സ് ആയതാണ് ഇട്ടത്. അപ്പോൾ ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളകും ഇട്ട് കൊടുത്തുകാണ്ട് നന്നായിട്ട് വറുക്കേണ്ടത്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഇട്ടുകാണ്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതിക്ക് പാകത്തിനുള്ള മുളക് പൊടി ഇട്ടത്. അപ്പോൾ ഇനി കാശ്മീരി മുളക് പൊടി വേറെ ഇടാണ്ട്, അപ്പോൾ സാധാ മുളക് പൊടി ഞാൻ കുറച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊന്നുണ്ട് വറവിൻ്റെ ഒരു ആ ടേസ്റ്റൊക്കെ വന്നോട്ടെ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ ഈ പാവക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഈ ഫ്രൈ പാൻ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. അപ്പോൾ നമ്മളെടുത്ത് ഇതാണ് ഇട്ടുള്ളത്, ഒരു കടായിയാണിത്. അപ്പോൾ നമ്മളിതിൽ നിന്ന് വേഗം ഒഴിച്ചിട്ടാ ഉണ്ടാക്കിക്കാണ്ട് വേഗം ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളെടുത്ത് പിന്നെ വേറെ പാകത്തിനുള്ള ചട്ടിയില്ല. അപ്പോൾ നമ്മൾ ഒന്ന് നന്നായി ഒന്നിട്ട് ഇളക്കി ഒന്ന് ചെറിയ തീയിലാക്കിക്കാണ്ട് ഒന്ന് മൊരിയാൻ തക്കത്തിയിൽ ഒരിയാട്ടെ നമ്മൾ ആക്കേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ മൊരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്രയും മൊരിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സമയം കുറഞ്ഞ തീയിലിട്ടുകാണ്ട് ഒന്ന് ഇളക്കി ഒന്നുണ്ട് മൊരിച്ചാൽ നോക്കിക്കണേ. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കുറച്ച് കായപ്പൊടി ഇട്ടിട്ടാ. അപ്പോൾ ഇത്രേ അതിൻ്റെ പണിയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഇപ്പോൾ പാവക്കൊക്കെ ചിലപ്പോൾ ആദായത്തിലൊക്കെ കിട്ടിയെന്ന് വരും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പം തന്നെ ഉണ്ടാക്കി ഒഴിവാക്കും വേണ്ടല്ല, അങ്ങനെ പാത്ത് വെച്ചാൽ നമുക്ക് പിന്നെയൊക്കെ കൂട്ടി കൊടുക്കാം. അപ്പോൾ അതിക്കുള്ള മുളക് പൊടിയും കായപ്പൊടിയും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിക്കണ്. അപ്പം നമുക്ക് അതിക്ക് വിനാഗിരിയാണ് അത് ഞാൻ ഒഴിച്ച് കൊടുത്തിക്കണ് കേട്ടോ. ഒരു ഗ്ലാസ് വരെ വിനാഗിരി ഞാൻ ഒഴിച്ച് കൊടുത്തിക്കണ്. അപ്പം പിന്നെ കുറച്ച് ചുടുവെള്ളം, നല്ല തിളച്ച വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ കയ്പ്പൊക്കെ ഉള്ളതല്ലേ, അപ്പം പിന്നെ അതൊക്കെ പോയി കിട്ടാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്.
അപ്പോൾ വിനാഗിരി ഇനി കുറക്കണമെങ്കിൽ കുറക്കും ചെയ്യട്ടെ. അപ്പോൾ നമ്മളിത് കുറച്ച് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പാവക്കൻ്റെ അച്ചാർ. അപ്പോൾ ഞാൻ അങ്ങനെ പാവക്കൊക്കെ കിട്ടുമ്പോൾ എടുക്കുണ്ടാക്കലുണ്ട്. അപ്പം ഇനി വല്ലാതെ തിളക്കണ്ട. അപ്പം അതിൻ്റെ ആ കേട് തീരോളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കുണ്ട് വാങ്ങി വെക്കട്ടെ. എന്താ വെച്ചാൽ ആദ്യം കാവിക്കൊന്ന് വെന്ത് പിന്നെ ആ ഫ്രൈ ആക്കിയിൽ ഒന്ന് വെന്തിക്കണേ. അപ്പം ഇനി വല്ലാതെ ഉണ്ട് വേവിച്ചണില്ല. ഒന്നുകൊണ്ട് നന്നായി സെറ്റായി തിളച്ചതിന് ശേഷം നമുക്കുണ്ട് വാങ്ങി വെക്കാം. അപ്പം എനിക്ക് കായപ്പൊടി കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ ലേശം കൂടി കായപ്പൊടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട് അയക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്കൊന്നും ആരും ഇടണില്ല, എന്താണെന്നാവോ ഇഷ്ടപ്പെടായിട്ടാണോ എന്തെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ലൈക്ക് ഇട്ടുകൊണ്ട് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേ വീഡിയോ മറ്റുള്ളവരെ മുന്നിലേക്ക് എത്തുള്ളൂ. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ടുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഉപ്പൊക്കെ ലേശം കുറവെന്ന് കണ്ടപ്പോൾ ഞാൻ ലേശം ഉപ്പിട്ട്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ചെയ്യണം. നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടത്. ഏതായാലും ഏത് വീഡിയോ കാണണമെങ്കിലും. അപ്പോൾ നമ്മൾ പിന്നെ കായപ്പൊടി ഒക്കെ കുറച്ചും കൂടിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. കായപ്പൊടിയൊക്കെ ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നല്ലതല്ലേ കായപ്പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ അച്ചാറിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇത് കുറച്ചെണ്ണം ഇരിക്കുമ്പോൾ ഒരു 4 ദിവസമൊക്കെ ഇരുന്നതിൻ്റെ ശേഷം നമുക്ക് ഒരാഴ്ചയെങ്കിലും ഇരുന്നിങ്ങാണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നന്നിട്ടാ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പം ഇങ്ങനെ ആയാൽ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. മറ്റേത് ഇങ്ങനെ കറി വെക്കുക മുളകിടുക ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ ഒക്കെ ഒന്ന് തിളച്ചെണ്ണ് റെഡി ആക്കണേ. അപ്പോൾ നമ്മൾ ഞാണ്ട് ഒഴിച്ച് വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഒരു പൊട്ടണ പാത്രത്തേക്ക് അപ്പം വിനാഗിരിയൊക്കെ ഒഴിച്ചതല്ലേ. അപ്പോൾ ഞാൻ ചൂടോടുക്കെ തന്നെ ഇതിക്കണ്ട് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ പിന്നെ രാത്രിയായിട്ടാണ് ഞാൻ ഇടേണ്ടത്. അപ്പോൾ ഞാൻ അച്ചാറിടലേ അധികവും രാത്രിയാണ്. എന്താ വെച്ചാൽ രാത്രി അച്ചാറിട്ടാൽ പൊയ്ക്കൂല എന്ന് പറയട്ടാ. ഒരു പരിധി വരെ പൊയ്ക്കാതെ നിൽക്കും. പിന്നെ നമ്മളെടുത്തുനിന്ന് വെള്ളമൊക്കെ ആകുമ്പോഴാണ് പുയ്യ് വരല്. അപ്പോൾ നമ്മൾ പിറ്റേന്ന് രാവിലെ എടുത്തതാട്ടാ. അപ്പോൾ നല്ല ചുവപ്പൊക്കെ ഉണ്ടായി ഒന്ന് കട്ടിയൊക്കെ കൂടി നല്ല കണ്ടാൽ തന്നെ കൂട്ടാൻ തക്കത്തിയിൽ ഒരിട്ടായിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡി ആയിക്കണം. ഇനി കുപ്പിക്കാക്കിയാൽ മതി. ഇത് നമ്മളെ ചെമ്മീൻ അച്ചാറാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ആദ്യമൊക്കെ ഷോർട്ടിൽ ഇട്ടിക്കണേ. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് ചെമ്മീനൊക്കെ കിട്ടിയപ്പോൾ ഇട്ടതേനി. അപ്പോൾ നല്ല ചെമ്മീൻ്റെ അച്ചാറും ഇവിടെ റെഡി ആക്കണേ. ഒക്കെ ഇനിയിപ്പോൾ കുപ്പിക്കാക്കിയാൽ മതി. നേരെ രാവിലെ ഇട്ട ഞാൻ കുപ്പിക്കാക്കൽ രാത്രി അച്ചാർ ഇട്ടിച്ചുകാണ്ട് രാവിലെ കുപ്പിക്കാക്കും. അതാണ് ഇട്ട അതിൻ്റെ ഒരു ബസ്സും വർക്കത്തൊക്കെ അങ്ങനെ നമുക്ക് തോന്നൽ. അപ്പോൾ നമ്മൾ ചെമ്മീൻ അച്ചാറുണ്ടായാൽ ചില നേരത്ത് നമുക്ക് മീനൊക്കെ കുറവായാൽ കുട്ടികളൊക്കെ ഇത് കൂട്ടിക്കൊള്ളു കേട്ടോ. അപ്പോൾ പിന്നെ മീൻ നമ്മൾ ചിലപ്പോൾ ചില നേരത്ത് കുറയില്ല. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.